ഇവിടെ നിങ്ങൾക്ക് നോക്ക്, നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചാൽ നമ്മുടെ ശിവകുട്ടി സഖാവത നമ്മൾ തിരുവനന്തപുരത്തെ വിമാനത്താവളം ഇപ്പൊ ലീസിന് കൊടുത്തത് വേറെ കാര്യം. ആ തിരുവനന്തപുരം വിമാനത്താവളത്തിനകത്ത് ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമുണ്ട്. 100 കോടി രൂപ ചെലവാക്കിയ സ്ഥാപന. അതിന്റെ പേര് ആങ്കർ എന്ന് പറയും. എന്ന് പറഞ്ഞ വിമാനം റിപ്പയർ ചെയ്യാനുള്ള യൂണിറ്റ്. ഇവിടെ ആരും പറഞ്ഞില്ല. എനിക്കും വലിയ പിടിയില്ലായിരുന്നു. ഒരു ദിവസം പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയുണ്ട്, കേന്ദ്രമന്ത്രി. അദ്ദേഹം സിവിൽ ഏവിയേഷൻ മന്ത്രിയാണ്. അദ്ദേഹം ഞാൻ തമ്മിലൊരു ബന്ധമുണ്ട്. എന്താ ബന്ധം എന്നറിയോ? അദ്ദേഹം ഫുട്ബോൾ അസോസിയേഷൻ ഓൾ ഇന്ത്യ പ്രസിഡന്റാണ്. ഞാനൊരു പഴയ ഫുട്ബോൾ കളിക്കാരനാണ്. ആ ബന്ധം കൊണ്ട് അദ്ദേഹവുമായി സംസാരിച്ച് പറഞ്ഞു, ഞാനൊരു ഫുട്ബോൾ കളിക്കാരനല്ലേ, തിരുവനന്തപുരം MP, എനിക്ക് എന്തെങ്കിലും നിങ്ങൾ തരണ്ടേ? എന്നോട് ഞാനെന്താ തരുക? 200 കോടി നിങ്ങൾക്ക് സെൽക്കൻ ടെർമിനൽ തന്നില്ലേ? ഞാൻ പറഞ്ഞ അതല്ല, പുതുതായി തരണം, അത് നമുക്ക് അനിവാര്യമായ കാര്യമല്ലേ? അപ്പോഴാണ് എന്നോട് പറഞ്ഞ്, ഒരു കാര്യം ചെയ്യാം, ഞാൻ ബോംബെയിലേക്ക് വെച്ചൊരു സ്ഥാപനം നിങ്ങൾക്ക് തരാം. അതാണ് 100 കോടി ചെലവിട്ട് നിർമ്മിച്ചിരിക്കുന്ന ആങ്കർ. ഈ നാട്ടിന്റെ വികസനത്തിന് വേണ്ടി ഓരോന്നും. ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതി ബെഞ്ച് എന്താ നമ്മുടെ നാട്ടിലില്ലാത്തത്? ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് തരാത്തത്? ഹൈക്കോടതി ബെഞ്ചിന് വേണ്ടി നമ്മൾ ഒരുപാട് ആവശ്യപ്പെട്ട സമരം നടത്തിയപ്പം അന്നത്തെ കേന്ദ്രമന്ത്രി ഭരദ്വാജോട് ഞാൻ പറഞ്ഞു, തരാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ നിന്ന് പോയ ഏതെങ്കിലും ഒരു മന്ത്രി ക്യാബിനറ്റിൽ പറഞ്ഞാൽ മതി. കോൺഗ്രസുകാരായ മന്ത്രിമാരെ എല്ലാം വീട്ടിൽ പോയി കണ്ട് ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സഹായിക്കണം, ക്യാബിനറ്റ് പറയണം. പറഞ്ഞോ? ഇല്ല. എന്താ പറഞ്ഞത്? പറയാൻ പറ്റൂല. കാരണം എന്താ? പറക്കാൻ പറ്റൂല. അതുകൊണ്ടോ തിരുവനന്തപുരത്ത് ബെഞ്ച് വേണ്ട, വോട്ടോ തിരുവനന്തപുരത്ത് വേണം, ബെഞ്ചോ കൊടുക്കാൻ പറ്റൂല. ഇതല്ലേ അവസ്ഥ?